എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡിലേക്ക് ഒരു രാജ്യത്തിന്റെ റിയൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയാം. അതായത് ഒരു രാജ്യത്തിന്റെ പല സെക്ടേഴ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരികയും ആ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ ആയിട്ട് അവിടെ ഒരു റിയൽ നാഷണൽ ഇൻകത്തിന്റെ ഗ്രോത്ത് എല്ലാ സെക്ടറിലും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയാം. എന്നാൽ അതേസമയം എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ബ്രോഡർ അല്ലെങ്കിൽ ഒരു വൈഡർ കൺസെപ്റ്റ് ആണ്. ഒരു എക്കണോമിക് ഡെവലപ്മെന്റിനകത്ത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണം. ആ ഗ്രോത്തിനോടൊപ്പം തന്നെ ഒരു മൾട്ടി ഡയമെൻഷണൽ ഒരു സോഷ്യൽ ഡെവലപ്മെന്റും കൂടെ അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റും കൂടെ അതിനകത്ത് ഉണ്ടാകണം. ഈ എക്കണോമിക് ഗ്രോത്തിനോടൊപ്പം തന്നെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഫേവറബിൾ ടു ദ പൂവർ ആയിരിക്കണം, പോവർട്ടി എലിവേഷൻ ഉണ്ടാവണം, എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് കൂടണം, അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഒരു മോഡേണൈസേഷൻ കൾച്ചർ ക്രിയേറ്റ് ആവണം. അപ്പൊ അങ്ങനെ സൊസൈറ്റിയിലും എക്കണോമിക്കലും കൾച്ചറിലെയും ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവുമ്പോഴാണ് നമ്മളതൊരു എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയാം.